വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എന്റെ സ്വന്തം കോളേജ് പണ്ടക്കാട് കാർഷിക കോളേജിൽ മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ്. മധുരം മലബാർ മാംഗോ ഫെസ്റ്റ് 2024. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വ്ളോഗായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒട്ടലിട്ടേ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, ഇതാണ് മധുരം മലബാർ മാംഗോ ഫെസ്റ്റ് 2024 ഫ്രണ്ട് ഗേറ്റ്. അത് കഴിഞ്ഞാൽ നേരെ രജിസ്ട്രേഷൻ ഡെസ്ക് ആണ്. അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ കമ്മിറ്റിയിലെ കുട്ടികളൊക്കെ രജിസ്ട്രേഷൻ ഇരിപ്പുണ്ടാവും. പിന്നെ നേരെ എക്സിബിഷന്റെ ആദ്യം വന്നിട്ട് നമ്മൾ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മാംഗോസും അതുപോലെ തന്നെ മൈനർ ഫ്രൂട്ട്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ വർക്കിംഗ് മോഡലും സ്റ്റീൽ മോഡൽസ് ഒക്കെയാണ്. നമ്മുടെ കർഷകർക്ക് ഉപയോഗമാകുന്ന രീതിയിലുള്ള കുറേ എക്സിബിറ്റ്സ് ഉണ്ടാവും. ഇതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഒരു 1.5 മാസം മുന്നേ തുടങ്ങിയതാണ്. അപ്പം സോയിൽ സാമ്പിളിങ്ങും മഷ്റൂം കൾട്ടിവേഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ആർട്ട് വർക്ക്, നമ്മുടെ കുട്ടികളുടെ കലാവിരുതുകൾ, ക്രാഫ്റ്റ് വർക്കും അതുപോലെ തന്നെ ബോട്ടിൽ ആർട്സ് ഒക്കെ. അവിടുന്ന് നേരെ എക്സിറ്റ് അടിച്ചാൽ നമ്മുടെ മെയിൻ സ്ഥലം മാമ്പഴ വിൽപ്പന. അങ്ങനെ ഈ കാണുന്ന പോലെ സെയിൽസ് കൗണ്ടറിലേക്ക് മാങ്ങ എത്തിക്കുന്ന പിന്നിലെ നമ്മുടെ കമ്മിറ്റിയാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി. അവരിങ്ങനെ ട്രെയിലൊക്കെ മാങ്ങയാക്കി വെയ് ചെയ്ത് നമ്മുടെ അർബാനയിൽ വെച്ച് ഉന്തി നമ്മുടെ സെയിൽസ് കൗണ്ടറിലേക്ക് എത്തിക്കും. പിന്നെ മാത്രമല്ല, ലോറിയിൽ വരുന്ന ഫുൾ ലോഡും ഒക്കെ ഇറക്കുന്ന മെയിൻ ആൾക്കാർ ടീം ട്രാൻസ്പോർട്ടാണ്. മാംഗോ സെയിൽസിന് ശേഷം പിന്നെ ഒരു അഗ്രോ ക്ലിനിക്ക് ഉണ്ടാവും ഫ്രണ്ടിൽ തന്നെ. പിന്നെ കുട്ടികളുടെ ഐസ്ക്രീം സ്റ്റോൾസ്, നല്ല ചൂട് സമയത്ത് ഐസ്ക്രീം ഒക്കെ നല്ല രീതിയിൽ ചിലവായിരിക്കും. പിന്നെയാണ് നമ്മുടെ മെയിൻ സംഭവം കിസ്സ. നല്ല അടിപൊളി മൊഹബത്ത് കാ സർബത്തും ജ്യൂസസും മാങ്ങകൾ കൊണ്ടുള്ള പച്ചമാങ്ങ സംഭാരവും ഉപ്പുമാങ്ങയും മസ്താനി, മാംഗോ മസ്താനിയൊക്കെ സ്പെഷ്യലാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇത് കൂടാതെ സ്നാക്സും ഉണ്ടാവും, ഫീസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളാണ് നമ്മുടെ സ്വന്തം RTS ടീം. അതിൻ്റെ തലവരാണ് നമ്മുടെ ചിമ്പുവും അതുപോലെ ആതിരയും. ആർട്ടിസിന് ശേഷം പിന്നെയുള്ളത് സീഡ്ലിംഗ് കൗണ്ടറാണ്. പലതരത്തിലുള്ള തൈകൾ, മാവന്തയും പ്ലാവന്തയും ഒക്കെ നമ്മളവിടെ വിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനിടയിലൊക്കെ വലിയ വലിയ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് പുറത്തുനിന്നുള്ള, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകൾ അകത്തുണ്ട്. അതിനിടയിൽ നമ്മുടെ കുട്ടികൾ തന്നെ ED സ്റ്റോളുണ്ട്. അവിടെ നമ്മുടെ വൈനും അതുപോലെ തന്നെ ട്രൈക്കോഡർമ, മൈക്രോസോള്, അങ്ങനെ കർഷകർക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ലഭ്യമാണ്. അത് കഴിഞ്ഞാൽ നേരെ ആർട്ട് ഗാലറി. അവിടെ നമ്മുടെ ചെറുതും വലുതുമായ നമ്മുടെ ഒരുപാട് കലാകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അതിനൊപ്പം നമ്മുടെ ടീച്ചേഴ്സ് വരച്ചതും ഒക്കെ ഉണ്ടാവും. ആർട്ട് ഗാലറി കൂടെ കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഈ 4 ദിവസം നമുക്ക് ഒരുപാട് പണിയുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യും. കണ്ടില്ലേ, ടീച്ചേഴ്സൊക്കെ മഞ്ഞ ഡ്രസ് കോഡിലൊക്കെയാണ് വരാറ്. പിന്നെ അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ നമുക്ക് പാരൻസ്, ഇതാ നമ്മുടെ ചിമ്പുവിൻ്റെ അമ്മയാണിത്, അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സിനൊക്കെ കാണാൻ പറ്റും. നടക്കുന്നത് ഏകദേശം ഒരു 4 ദിവസമാണെങ്കിലും അതിന് മുന്നേ തന്നെ നമ്മൾ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പല പല കമ്മിറ്റി ആയിട്ട് നമ്മൾ തിരിയും. അതിൻ്റെ കൺവീനേഴ്സും കോ കൺവീനേഴ്സും ഒക്കെ കൂടി ഇരുന്ന് ഫോട്ടോ എടുത്താണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇതാണ് നമ്മുടെ ഡോക്യുമെന്റേഷൻ കമ്മിറ്റി കൺവീനർ. അങ്ങനെ മാംഗോ ഫെസ്റ്റിൻ്റെ ഫൈനൽ ഡേ ആണ് ഞാൻ വ്ളോഗ് ചെയ്തത്. അപ്പോൾ മാംഗോസ് ഒക്കെ തീർന്ന് ഫെസ്റ്റ് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ പരിപാടികളുണ്ടാവും ഉഷാറായിട്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ കുട്ടികളുടെ പരിപാടി ഉണ്ടാവും. പുതുക്കോട്ടയിലെ കൾച്ചറൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പരിപാടി ഉഷാറായിട്ട് അവസാനിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മാംഗോ ഫെസ്റ്റ്.
അപ്പം സത്യം പറഞ്ഞാൽ നമ്മളൊരു ടീം വർക്കാണ് സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന ഈ പരിപാടിയിൽ. പല പല കമ്മിറ്റി, ഞാൻ കുറച്ച് കമ്മിറ്റീസിൻ്റെയൊക്കെ കാണിച്ചുള്ളൂ, ഇത് കൂടാതെ കുറേ കമ്മിറ്റീസ് ഉണ്ട് ഇതിന് പിന്നിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് ടാറ്റാ ബൈ, ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. ഞങ്ങൾ ലാസ്റ്റ് മാംഗോ ഫെസ്റ്റും കഴിഞ്ഞു. അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുന്നു. അപ്പൊ ടാറ്റാ ബൈ.